ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ 6ാം ക്ലാസ്സിലെ ആദിമ മനുഷ്യരും സംസ്കാരവും എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ കുറച്ച് ഭാഗം തന്നിട്ട് നമുക്കൊന്ന് വായിച്ചോ. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്നു അവർ. ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൻബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ട്. ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട്ട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൻബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൻബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ട് ആണ് ആ പേര് വന്നത്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ജവഹർലാൽ നെഹ്റു. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിച്ച് ചരിത്രശേഷിപ്പ് ഏതാണ്? ആദിമ മനുഷ്യൻ്റെ തലയോട്ടാണ് അല്ലേ. അതിന് പറയുന്ന പേരെന്താ? ഹൈഡൻബർഗ് മനുഷ്യൻ എന്നാണ് അല്ലേ. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഹൈഡൻബർഗ് എന്ന സ്ഥലത്തു നിന്നാണ് അത് കിട്ടിയത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം. ഇന്ന് ഇത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? എവിടെയാണ്? അവർ കാഴ്ച ബംഗ്ലാവിൽ പോയ സമയത്ത് അല്ലേ, അവിടെയാണ്, അവിടുത്തെ മ്യൂസിയത്തിലാണ് എന്ത് ചെയ്തുള്ളത്? ജർമ്മനിയിലെ അല്ലേ, അവിടെയാണ് കണ്ടത്. അപ്പോൾ ഇത് എവിടെയാണ് ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നത്? ജർമ്മനിയിലെ മ്യൂസിയം ആണ് അല്ലേ. യെസ്. ആദിമ മനുഷ്യൻ്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കപ്പോൾ അവരുടെ കുറിച്ചോ അവരുടെ കാലഘട്ടത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിന്തിച്ചാലൊരു കാര്യം നമുക്ക് മനസ്സിലാവില്ല. അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാലോ? പൂർവികരെ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷം ശ്രദ്ധിക്കൂ. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ സിനുവിൻ്റെ ആ കുടുംബവൃക്ഷത്തിൽ കംപ്ലീറ്റ് അല്ല അല്ലേ. എന്താ, അച്ഛൻ്റെയും അമ്മേൻ്റെയും പിന്നെ മുത്തശ്ശനും മുത്തശ്ശി അത്ര മാത്രമേ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല അല്ലേ. ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം. ഇങ്ങനെ നമുക്ക് വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രം നമുക്ക് എവിടെ എത്താൻ പറ്റുമോ? ആദിമ മനുഷ്യരെക്കുറിച്ച് കണ്ടെത്താൻ കഴിയുള്ളൂ അല്ലേ. യെസ്. അപ്പം നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അമ്മയോട് ചോദിച്ചാൽ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരറിയാം. അവരോട് ചോദിച്ചാലാണ് അവരുടെ. പക്ഷേ ഇപ്പം നമുക്ക് അച്ഛമ്മ അച്ഛൻ ഉള്ളവർക്കൊക്കെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും വിവരങ്ങൾ കിട്ടാൻ കഴിയില്ല. ഇനി നമുക്കവിടെ BCE CE എന്ന് പറയുന്ന നമ്മുടെ കാലഗണനയെക്കുറിച്ചുള്ളൊരു വായനാക്കുറിപ്പാണ് തന്നിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പുതുവർഷത്തിന് മുമ്പും പുതുവർഷത്തിന് ശേഷവും. അതായത് ബിഫോർ ക്രിസ്റ്റും ആഫ്റ്റർ ക്രിസ്റ്റും. അതിന് നമ്മൾ ആദ്യം അതിൻ്റെ പേര് AD BC എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ പുതിയ പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? BCE എന്നും, അതായത് ബിഫോർ കോമൺ ഇറ എന്ന്. അതുപോലെ തന്നെ എന്താണ്? കോമൺ ഇറ CE എന്ന്. ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു കാലഗണന വിഭജിച്ചിരിക്കുന്നത്. BC AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. ക്രിസ്തുവിൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC എന്നും ക്രിസ്തു മരണത്തിന് ശേഷമുള്ള കാലം AD എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് യഥാക്രമം എന്ന് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂറ്റാണ്ട് എത്ര വർഷമാണ് എന്നൊരു ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര വർഷമാണ്? 100 വർഷമാണ് കേട്ടോ. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. ഇനി നമുക്കത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ എത്രാമത്തെ നൂറ്റാണ്ടിലാണ്? 21ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. ഓക്കെ. പിന്നെ ആദിമ മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും എന്ന് പറയുന്ന
ഒരു ഹെഡിങ്ങിന് താഴെ ആണ് നമുക്കിനി നോക്കേണ്ടത്. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് മനുഷ്യഭൂതം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മുടെ തലമുറയുടെ കുറച്ച് പിറകോട്ട് പോയാലും നമുക്ക് എന്ത് ചെയ്യില്ല, വിവരങ്ങൾ ലഭ്യമല്ല. അപ്പം നമുക്ക് അത്തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ ഫോസിലുകളാണ്. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഫോസിൽ എന്ന് അറിയണം അല്ലേ. എന്താണ് ഫോസിൽ എന്ന് പറയുന്നാൽ പുരാതന സസ്യങ്ങളെ, മൃഗങ്ങളെ, മനുഷ്യർ എന്നിവരുടെ ശേഷിപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഫോസിലുകൾ എന്ന് പറയുക. പുരാതന സസ്യങ്ങളെ, അതുപോലെ മൃഗങ്ങളെ, മനുഷ്യർ എന്നിവരുടെ ശേഷിപ്പുകളെ ഫോസിൽ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ലഭ്യമാകുന്ന ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിച്ചാണ് നമ്മൾ എന്താ പറയുക, മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കുന്നത്. ഇനി മനുഷ്യരുടെ പരിണാമമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യർ, ഇന്ന് നമ്മളെപ്പോലുള്ളവരുടെ പരിണാമം എങ്ങനെയാണ് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നതിനെക്കുറിച്ച് ഉള്ളൊരു വിവരമാണ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയന്മാരുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് ചാൾസ് ഡാർവിനാണ്. അപ്പോൾ അത് നമുക്കൊരു ക്വസ്റ്റ്യനായി വരാം. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തിയത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവികപരമായ മാറ്റമാണ് മനുഷ്യ ഉത്ഭവത്തിന് ആരംഭം എന്ന് പറയുന്നത്. ഈ പ്രക്രിയ അദ്ദേഹം പരിണാമം എന്ന പേര് നൽകിയത്. ഇതിന് അദ്ദേഹം പറഞ്ഞ പേരാണ് എന്ത്, പരിണാമം എന്ന്. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് ദി സ്പീഷ്യസ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മനുഷ്യ പരിണാമത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 2 ക്വസ്റ്റ്യൻ വരാം. എങ്ങനെയാണ്? മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തിയത് ആര്? ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? ഓൺ ദി ഒറിജിൻ ഓഫ് ദി സ്പീഷ്യസ്. ഓക്കെ. ഇനി ചാൾസ് ഡാർവിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. എന്നാണ് 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിൽ. പിന്നെ ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെടുന്നതാണെന്നും ഓരോ ജീവജാലങ്ങളും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേകായിരം വർഷങ്ങൾ എടുത്തുവെന്നും ആര് പറയുന്നു? ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിവരിക്കുന്നു. ഇനി മനുഷ്യരുടെ പൂർവികർ എന്ന് പറയുന്ന ഇതിൽ നമുക്ക് അവരുടെ പൂർവികർ ആരൊക്കെയാണെന്നുള്ളൊരു ഫ്ലോ ചാർട്ടും കൂടി നോക്കാം. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ജൈവിക പരിണാമത്തിലൂടെയാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കി. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയ ഫ്ലോ ചാർട്ട് താഴെ കൊടുത്തിരിക്കുന്നു. അത് നിരീക്ഷിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ സസ്തനികളുടെ വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യൻ്റെ ആദ്യ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരാവുന്ന ഒരു ഫ്ലോ ചാർട്ടായിട്ട് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ. പ്രൈമേറ്റുകൾ സസ്തനികളിലെ ഒരു വിഭാഗം, അത് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ഹോമിനോയിഡുകൾ, 4 കാലിൽ നടക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ഹോമിനിഡുകൾ. അതെന്താ, 2 കാലിൽ നടക്കുന്ന വിഭാഗത്തിന് പറഞ്ഞ പേരാണ് ഹോമിനിഡുകൾ. പിന്നെ ഈ ഹോമിനിഡുകളുടെ 2 വിഭാഗമുണ്ട്. അതായത് ആസ്ട്രലോപിത്തേക്കസും പിന്നെ ഹോമോയും. പിന്നെ ഈ ഹോമോ എന്ന് പറഞ്ഞാൽ 4 വിഭാഗമായി മാറുന്നുണ്ട്. അതൊന്ന് ഹോമോ ഹാബിലസ് ഉപകരണ നിർമ്മാതാക്കൾ, ആ ഉപകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വിഭാഗമായിരുന്നു. പിന്നെ ഹോമോ ഇറക്റ്റസ്, അവിടെയാണ് നിവർന്നു നിൽക്കുന്ന ഒരു മനുഷ്യരായി പരിണാമം ചെയ്യപ്പെട്ടത്. പിന്നെയോ ഹോമോസാപ്പിയൻസ് ആണ് നമ്മളൊക്കെ ഹോമോസാപ്പിയൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോസാപ്പിയൻസ് എന്നിവയാണ് ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യ വിഭാഗം ഏതാണെന്ന് പറഞ്ഞാൽ ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ
ഓക്കെ ബായ്. ഇത്രയാണ് നമ്മളിന്നോട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത